2 ദിവസത്തെ സ്വകാര്യ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബൈയിലെത്തി. ഇന്ന് പുലർച്ചെയുള്ള വിമാനത്തിലാണ് അദ്ദേഹം എത്തിയത്. ഭാര്യ കമലയും ഒപ്പമുണ്ട്. ഇന്തോനേഷ്യയും സിംഗപ്പൂരും സന്ദർശിച്ച ശേഷമാണ് പിണറായി വിജയൻ ദുബൈയിൽ എത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി ദുബൈയിൽ നിന്ന് ഷിൻ സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട്. ഷിൻസ്, ഒരുപക്ഷെ സിംഗപ്പൂർ യാത്ര വെട്ടിച്ചുരുക്കിക്കൊണ്ടാണ് ദുബൈയിലെത്തിയത് എന്ന് പറയുന്നു. എത്ര ദിവസം പിണറായി വിജയൻ ഭാര്യയും ഒപ്പം ദുബൈയിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ക്യാബിനറ്റ് യോഗമൊക്കെ ഓൺലൈനായി ദുബൈയിൽ നിന്നാണ് കൂടിയിരുന്നതല്ലോ. എന്താണ് നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട? ലക്ഷ്മി, മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള യാത്രയിൽ മാറ്റം വരുത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വകാര്യ സന്ദർശനത്തിനായി ദുബായിൽ എത്തിയിരിക്കുന്നത്. കുടുംബവും ഒപ്പമുണ്ട്. ഇന്ന് പുലർച്ചെയുള്ള വിമാനത്തിലാണ് അദ്ദേഹം സിംഗപ്പൂരിൽ നിന്ന് എത്തിയത്. ഇന്തോനേഷ്യ, സിംഗപ്പൂർ സന്ദർശിച്ച ശേഷമാണ് പിണറായി വിജയൻ ദുബായിൽ ഇറങ്ങിയിരിക്കുന്നത്. മുഖ്യമന്ത്രി വിദേശയാത്ര വെട്ടിച്ചുരുക്കിയാണ് യുഎയിൽ എത്തിയത്. 19 ദുബായിൽ എത്തുമെന്നായിരുന്നു നേരത്തെയുള്ള വിവരം. യാത്ര വെട്ടിച്ചുരുക്കിയത് ഉല്ലാസയാത്രയ്ക്കെതിരായ വിമർശനം മൂലമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഈ മാസം 6 വിദേശയാത്രയ്ക്ക് അദ്ദേഹം കേരളത്തിൽ നിന്ന് പുറപ്പെട്ടത്. ഭാര്യ കമലയും മകൾ വീണയും ഭർത്താവ് മന്ത്രിയുമായ PM മുഹമ്മദ് റിയാസും ചെറുമകനും ഇന്തോനേഷ്യ, സിംഗപ്പൂർ സന്ദർശിക്കാൻ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ ദുബായിൽ എത്തിയിട്ടുണ്ടെങ്കിലും സ്വകാര്യ യാത്ര കഴിഞ്ഞാൽ ദുബായിലെ പൊതുപരിപാടികൾ സംബന്ധിച്ച് ദുബായിലെ പരിപാടികൾ സംബന്ധിച്ചൊന്നും ഔദ്യോഗിക വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ അറിയുന്നത് പിണറായി വിജയൻ 20-ാം തീയതി മാത്രമേ കേരളത്തിലേക്ക് മടങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദുബായ് ഗ്രാൻഡ് ഹയാത്തിലാണ് മുഖ്യമന്ത്രി താമസിക്കുന്നത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ദുബായിൽ നിന്നാണ് ഓൺലൈനായി പങ്കെടുത്തത്. നേരത്തെ ഇത് സിംഗപ്പൂരിൽ നിന്ന് ഓൺലൈനായി പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നെങ്കിലും ഇന്നിപ്പോൾ ദുബായിലെത്തിയ സാഹചര്യം ദുബായിൽ നിന്നാണ് മുഖ്യമന്ത്രി ഓൺലൈനായി മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. ഷിൻസ്, അപ്പോൾ 21 ദുബൈയിൽ നിന്ന് ഇനി നേരെ കേരളത്തിലേക്ക്, അങ്ങനെയാണോ ഈ യാത്രാ വിവരവുമായും മടക്കയാത്രയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ? അതിപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ദുബായിൽ നിന്ന് നേരിട്ട് കേരളത്തിൽ എത്തുമെന്നാണ്. പക്ഷെ 2 ദിവസം ദുബായിൽ തങ്ങുമെന്നായിരുന്നു ലഭിച്ച വിവരങ്ങൾ. പക്ഷേ ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് 20-ാം തീയതി മാത്രമേ അദ്ദേഹം കേരളത്തിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ലക്ഷ്മി, അപ്പോൾ ഇദ്ദേഹം ഏകദേശം 5 ദിവസത്തോളം യുഎയിലുണ്ട്, ദുബായിൽ തങ്ങാനുള്ള സാഹചര്യമാണുള്ളത്. യെസ്, എന്ന് വെച്ചാൽ 19-ന് ദുബൈയിൽ എത്തിയേക്കും എന്നുള്ള പറഞ്ഞപ്പോഴും ഈ സിംഗപ്പൂർ യാത്ര, ആ സന്ദർശനം വെട്ടിച്ചുരുക്കിയത് കൊണ്ട് നേരത്തെ ദുബൈയിലെത്തി. പക്ഷെ മടക്കം മുൻ നിശ്ചയിച്ച പ്രകാരം ദുബൈയിൽ നിന്ന് ആ ഒരു തീയതിയിൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന് നമുക്കിപ്പോൾ വിവരം കിട്ടുന്നു, അല്ലേ? ലക്ഷ്മി, അതാണ് സംഭവിച്ചത്. 19-ാം തീയതി എത്തിയിരുന്നാൽ 20-ാം തീയതി കേരളത്തിലേക്ക്, 21-ന് കേരളത്തിലേക്ക് മടങ്ങുമെന്നാണ് നേരത്തെ ഉണ്ടായിരുന്ന വിവരങ്ങൾ. അത് സിംഗപ്പൂർ യാത്ര വെട്ടിച്ചുരുക്കിയെങ്കിലും ദുബായിൽ സിംഗപ്പൂർ എത്ര ദിവസമാണ് സിംഗപ്പൂർ തങ്ങാനെന്ന ദിവസങ്ങൾ കൂടി ദുബായിൽ അദ്ദേഹം ചെലവഴിക്കും. അതിനുശേഷം മാത്രമാണ് ഇപ്പോൾ കേരളത്തിലേക്ക് മടങ്ങൂ എന്ന് അവസാനം ലഭിക്കുന്ന വിവരങ്ങൾ. അതാണ് ലക്ഷ്മി. യെസ്, ഷിൻസാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദുബായ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.